ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാർട്ട് ബെറീസ്. ഹാപ്പി ഓണം ഗൈസ്. ഇത് ഇത്രയും ദിവസം വീടിടാണ്ടിരുന്നതെന്ന് വെച്ചാൽ അടിപൊളി പനി വന്നു. അത് കാരണം കൊണ്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെ ലീവായൊരു ഡേയ്സ് പോയതാണ്. അങ്ങനെ ഡേയ്സൊക്കെ പോയി വന്നപ്പോഴായിരുന്നു നമ്മൾ സ്പെഷ്യൽ ഓണം വന്നത്. ഓക്കെ, ഹാപ്പി ഓണം നിങ്ങൾക്കൊക്കെ. ഇന്ന് നമ്മൾ കുറേ കറി എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് കറി, അവരും നമ്മളുടെ നാസി എന്ന് പറഞ്ഞൊരു കസിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇതാക്കണത്, ചോറ് തിന്നണതൊക്കെ. ഓണം സ്പെഷ്യൽ ചോറ് തിന്നണത്, സദ്യ. അപ്പം അത് നോക്കി ഗൈസ്, ഇങ്ങനെ ആയിട്ടാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ മൂത്തമ്മ വെച്ചാൽ ഞങ്ങളുടെ കസിനാണ്. ഞങ്ങൾ വിളിക്കുന്നത് നാസി എന്നാണ്. ഫുൾ നെയിം നാസി, അങ്ങനെ എന്തോ ആണ്. നാസി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ കറികളുണ്ടല്ലോ. ഞാൻ ഓണം ഡ്രസ്സ് അല്ലാതെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെന്നത് ഓണം ഡ്രസ്സ് ഇടാത്ത എൻ്റെ പപ്പ നല്ല ദേഷ്യത്തിലായ കാരണം കൊണ്ടാണ് ഓണം ഡ്രസ്സ് ഇടാണ്ടിരുന്നത്. നമുക്കൊന്ന് നമ്മളുടെ അടിപൊളി കറി കാണാവേ. അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പപ്പ ദേഷ്യത്തിലാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ഡ്രസ്സ് എനിക്കിഷ്ടമല്ല. കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ഡ്രസ്സ് ഇടാറുള്ളൂ. അപ്പോൾ നമുക്ക് കാണാമേ. ആദ്യം നമ്മൾ തുടങ്ങാൻ പോകണം അടിപൊളി സാമ്പാറായിട്ടാണ്. സാമ്പാറല്ല, ഇത് അടപ്രഥമൻ പായസമാണ്. നല്ല അടിപൊളി അടപ്രഥമൻ പായസമാണ്. എനിക്കും എൻ്റെ ഇക്കാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പായസമാണ് അടപ്പായസം. 2 പായസമുണ്ട്, അത് എനിക്ക് അറിഞ്ഞുകൂടത്. ഇതെന്താണ്? പൈനാപ്പിൾ കറിയാണ്. മധുരക്കറി എന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞത്. എന്നാലും പൈനാപ്പിൾ കറിയും മധുരക്കറിയും ഇല്ലതാണ് അടിപൊളി മധുരക്കറിയും. ഇത് കൂട്ടുകറി, നല്ല അടിപൊളി കൂട്ടുകറി. ഇത് ബീട്രൂട്ട് പച്ചടി. ഇത് എന്നിട്ടായിരുന്നു ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഓലനാണ്. ഈ 1 2 3 4 5 സാധനങ്ങൾ നമ്മൾ അവിടെ കൊണ്ടുപോകും. ഓക്കെ, ഒരെണ്ണം കൂടി വരാനുണ്ട്. എൻ്റെ പപ്പ ഉണ്ടാക്കുന്നുണ്ട് രസം. എൻ്റെ പപ്പ ഉണ്ടാക്കുന്നുണ്ട് 6 സാധനങ്ങളാണ്. ബാക്കിയെല്ലാം അവിടെ നിന്ന് അടിപൊളിയായിട്ട് നാസി ഉണ്ടാക്കിയിട്ടുണ്ടാവും. 2 പായസമുണ്ട്. ഒന്ന് പയർ പായസം, ഒന്ന് അടപ്പായസം, പായസം, പിന്നെ വേറെ ഐറ്റംസൊക്കെ അവരുടെ കയ്യിൽ. പിന്നെ അങ്ങനെ ഒറ്റ മിനിറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾക്ക് എന്ത് പറഞ്ഞിരിക്കാനാ, വേറെ എന്ത് ചെയ്യാൻ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഞാൻ നിങ്ങൾക്ക് തരണേന്. എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലീനും ഈ കാണുന്നവർക്ക് എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ഓണം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എടുത്ത് തീർത്തേക്കുന്നതാണ്. പിന്നെ എന്ത് പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ കറിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് കമൻറ്റ് ആണ് ബിലോ. പായസം, എനിക്കിഷ്ടം പായസം, അടപ്രഥമൻ പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സദ്യയിൽ. സദ്യ അല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ 2 കപ്പ് അല്ലെങ്കിൽ 3 കപ്പൊക്കെ ഞാൻ കുടിക്കും. അപ്പം അടപ്പായസം ഇഷ്ടമുണ്ട്. ഫസ്റ്റ് എനിക്ക് അടപ്പായസം, പിന്നെ സെക്കൻഡ് വറവ് ഐറ്റംസ് ഇല്ലേ, ഇങ്ങനെ ഒരു റൗണ്ട്, പിന്നെ ശർക്കര വരട്ടിയും. ആ 2 എൻ്റെ ഫേവറേറ്റാണ്. ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഇതൊക്കെയാണ് കൂട്ടാൻ ഇഷ്ടം. ഏറ്റവും ലാസ്റ്റ് എന്ന് ചോദിച്ചാൽ അവിയലാണ്. ഈ 3 സാധനം എൻ്റെ ഫേവറേറ്റാണ്. അതുണ്ടെങ്കിൽ ഞാൻ തിന്നും. അല്ലെങ്കിൽ തന്നെ അവിയൽ, പപ്പടം. ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വീട്ടിലുണ്ടാകും. പിന്നെയെന്ന് വെച്ചാൽ അവിയൽ, പപ്പടം, പിന്നെ വറവ് ഐറ്റംസ്, പിന്നെ പഴം, പപ്പടം, പിന്നെ സാമ്പാർ, പിന്നെ പയർ പായസം ഒക്കെ നാസിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു അത് എൻ്റെ ഇതാണ്. ഞങ്ങൾ വിളിക്കുന്നത് നാസി എന്നാണ്, എല്ലാവരും വിളിക്കുന്നത് നാസി എന്നാണ്. എൻ്റെ പൊന്നെ, ഇങ്ങനെ ഇതൊക്കെയാണ് എനിക്കിഷ്ടം.
നബിദിനം കൂടെയാണ്. ആരങ്ങനെ മറന്നുകൊണ്ട ഗൈസ്. എനിക്ക് സംസാരിക്കാനും ചെവിയൊക്കെ വീണെടുക്കണ്ട്, സംസാരിക്കാനും എല്ലാം ഇതൊക്കെ ആയ കാരണം കൊണ്ട് നമ്മൾക്കന്ന് ഇതാക്കാം. ഹാപ്പിയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിയോടെ ഞാൻ നൽകുന്നതാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ പറഞ്ഞതാണ്, ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ.